സോ ഹേ ഗായ്സ്, എങ്ങനെ എന്തെങ്കിലും സാധനം കുറെ വേഗം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സാധനം കുറെ കൂടുതൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ സാധനം എങ്ങനെ അച്ചീവ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നത്തെ സമയത്തിന്റെ യൂത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഈ ഒരു ഐഫോൺ പറഞ്ഞിട്ട് ഒരു സംഭവം. എല്ലാ യൂത്തിനും വേണം. യൂത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചെക്കന്മാർക്ക് എല്ലാവർക്കും ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വേണം. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ്, അവരുടെ ഒക്കെ വിചാരം അവരുടെ ജീവിതത്തിന്റെ കുറെ വലിയ അച്ചീവ്മെന്റ് ആണിത്. എൻ്റെ അടുത്ത് ഇപ്പോ ഐഫോണും ഉണ്ട്, അതല്ലാണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങും ചെയ്യാറുണ്ട്, ആൻഡ് കുറച്ചൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരണം. അതർവൈസ് ഞാൻ ഒന്നുമല്ല, ആൻഡ് അഹങ്കാരത്തിനോട് പറയാണ്, അതൊന്നും വിചാരിക്കരുത്. ഇഫ് യു ആർ എ 20-year-old ബോയ് ഓർ ഗേൾ ആൻഡ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഇത്രയും കൂടി ഒരു സാധനം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ എ ഡിസ്ട്രാക്റ്റഡ് പേഴ്സൺ. നിങ്ങളുടെ തെറ്റല്ല അത് അച്ചീവ് ചെയ്യാണ്ടിരുന്നത്, നിങ്ങളൊരു ഡിസ്ട്രാക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനല്ല, എന്റെ കൂട്ടുകാരനല്ല, എന്റെ എല്ലാ സർക്കിളും എല്ലാ ആൾക്കാരും കാശ് ഉണ്ടാക്കുന്നു. ദാറ്റ്സ് വൈ ഞാനും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആണ്. ഞാൻ കാശ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ മുഴുവൻ ഗ്രൂപ്പ് എന്നെ പുറത്തേക്കാക്കും, ലെഫ്റ്റ് ഔട്ട് ആക്കും. ദാറ്റ്സ് വൈ ഐ ആം മേക്കിംഗ് മണി. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ കാശ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളെ പ്രോത്സാഹിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ മുഴുവൻ ഗ്രൂപ്പും കാശ് ഉണ്ടാക്കുന്നുണ്ടാവില്ല. അതർവൈസ് നിങ്ങളുടെ മുഴുവൻ ഗ്രൂപ്പ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. കാശ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് കാണാൻ പറ്റില്ല. എന്റെ ഗ്രൂപ്പ് ഉണ്ട്. എന്റെ ഗ്രൂപ്പ് ഞങ്ങൾ എല്ലാ ദിവസവും കാണാറില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും വീക്കെൻഡ്സ് അല്ലെങ്കിൽ മന്ത് ആൻഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രീ സമയത്ത് മാത്രം, ആൻഡ് ദാറ്റ് ഈസ് 2 to 3 hours മാത്രം ഞങ്ങൾ ഗെറ്റ് ടുഗദർ ചെയ്യും. ആൻഡ് അതിന്റെ ഉള്ളിലും ഞങ്ങൾ പ്രോപ്പർ പ്രൊഫഷണൽ വർക്ക്സ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആൻഡ് എന്റെ എല്ലാ ഫ്രണ്ട്സും കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞങ്ങൾ എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ജേർണി തുടങ്ങിയെന്ന് പറഞ്ഞു വെച്ചാൽ, ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവന്റെ ആദ്യം ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ജേർണി തുടങ്ങി, ആൻഡ് അവനെ നോക്കിയിട്ട് നിങ്ങൾ കുറെ സാധനങ്ങൾ പഠിച്ചു. അവൻ ആ കോണ്ടന്റ് ക്രിയേഷന്റെ ജേർണി തുടങ്ങുമ്പോൾ ഞാൻ എന്റെ ബിസിനസ്സസ് ഡെവലപ്പ് ചെയ്യായിരുന്നു. ഈ പിന്നിൽ കാണുന്ന ഓഫീസും ഈ ഒരു ക്യാബിനും ഇതൊക്കെ എന്റെ തന്നെയാണ്. റൈറ്റ് നൗ ഐ ആം ഇൻ രാജസ്ഥാൻ, ഉദയപൂർ. ഞാൻ എന്റെ ബഡയാണ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. ആൻഡ് ഞാൻ ഫോഴ്സ്ഡ് ആണ് എന്റെ മൈൻഡിൽ നിന്ന്, എനിക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം. ദാറ്റ്സ് വൈ ഐ ബിക്കം എ കോണ്ടന്റ് ക്രിയേറ്റർ. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ എന്റെ മൈൻഡിന്റെ ഉള്ളിൽ ആദ്യം തന്നെ ഞാൻ ആ സാധനം അച്ചീവ് ചെയ്തു. എനിക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അല്ലെങ്കിൽ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയി കഴിഞ്ഞു. കോണ്ടന്റ് ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഞാൻ നാട്ടിൻ്റെ ഉള്ളിൽ വന്നു വെച്ചാൽ ഞാൻ കൂടുതൽ എവിടെയും പുറത്തേക്കൊന്നും പോകാറില്ല. ഞാൻ എന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ എന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് കാണുമ്പോൾ ഞാൻ കുറെ റെസ്പെക്ട്ഫുള്ളി ഞാൻ അവരോട് വർത്തമാനം പറയും. അതല്ലാണ്ട് എനിക്ക് എല്ലാ ദിവസവും എന്റെ നോളജസ് ഗെയിൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ഒരു 5 പേജ് എന്തായാലും ഒരു ബുക്ക് നിന്ന് വായിക്കും. റൈറ്റ് നൗ ഐ ആം സ്റ്റഡിങ് ഇൻ സബ്കോൺഷ്യസ് മൈൻഡ്, ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയണം. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ബുക്ക് ഞാൻ ഇതുവരെ വായിച്ചത്. സോ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം എന്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ 60% ആൾക്കാരുടെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ നിങ്ങൾ തേച്ചിട്ട് പോയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് തേച്ചിട്ട് പോയതെന്ന് അറിയോ? ബിക്കോസ് യു ആർ എ നോട്ട് ഡിസർവിംഗ് പേഴ്സൺ. നൗ വാട്ട് ഈസ് ഡിസർവിംഗ്? ഡിസർവിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ ആദ്യം തന്നെ ആ സാധനം ഗെയിൻ ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഐഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ ബാക്ക് ഓഫ് ദി മൈൻഡ്, ഞാൻ 6 months മുമ്പേ ഞാൻ വിചാരിക്കും, ഐഫോൺ ഉപയോഗിച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഐഫോൺ ഉപയോഗിച്ചാൽ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഐഫോൺ വെച്ചിട്ട് ഈ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ റെഗുലർ കേസ് സ്റ്റഡീസ് ചെയ്യും. ഞാൻ യൂട്യൂബിന്റെ ഉള്ളിൽ പോയിട്ട് അതിന്റെ മുഴുവനും വാക്ക് ത്രൂ നോക്കും, എങ്ങനെ ഐഫോൺ വർക്ക്സ് ചെയ്യുക, എങ്ങനെ ഐഫോൺ കാശ് ഉണ്ടാക്കി തരാം, മെനി ഓഫ് ദി തിങ്സ്. കുറെ ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ ഐഫോൺ ക്യാമറയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. നോ, ഐഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഐഫോണിന്റെ പ്രൊമോഷൻസ് ഒന്നും അല്ല ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ഐഫോൺ 13 ആണ് ഇതിന്റെ. ഈ ഒരു ഐഫോൺ വെച്ചിട്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ 10K ഫോളോവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫർദർ പ്രോഗ്രസിന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ പുതിയ സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങിയത്, പുതിയ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ അടുത്ത് കംസെ ഒരു 2 ലക്ഷത്തിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആൻഡ് ആദ്യത്തെ കാര്യം, യു ആർ ഡിസ്ട്രാക്റ്റഡ് ഇൻ ഫ്രം യുവർ ലൈഫ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളൊരു ക്ലാസിന്റെ ഉള്ളിൽ ഇരിക്കുക, ആൻഡ് ആ ക്ലാസിന്റെ ഉള്ളിൽ ഒരു 50 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആ 50 കുട്ടികളുടെ ഉള്ളിൽ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറെ വ്യത്യസ്തത. നിങ്ങളുടെ ഒരു 50 കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ഇരിക്കണു, ആൻഡ് ആ 50 കുട്ടികളും നിങ്ങളോട് ജലസ് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് യുവർ ഡ്രസ്സിംഗ് സെൻസ് ഇസ് ഡിഫറെന്റ്, നിങ്ങളുടെ വർത്തമാനം പറയുന്നതിന്റെ സ്റ്റൈൽ വേറെയാണ്, നിങ്ങളുടെ മുടി വെക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, ആൾക്കാരുടെ കാണുന്നുണ്ട്, എല്ലാത്തിന്റെയും ഒരു സ്റ്റൈൽ വേറെ വെച്ചാൽ എല്ലാ ആൾക്കാരും നിങ്ങളോട് ജലസ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്രോത്ത്. മുഴുവനും 50 ആൾക്കാരും നിങ്ങളെ
കുറെ കൂടുതൽ തേനെ മുത്തേ പാലെ പറഞ്ഞിട്ട് നടക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രോത്തും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇൻ എ ഗ്രൂപ്പ്, ഇൻ എ ഡസൺ, ഇൻ എ വെരി ബിഗ് ലാർജ് ക്വാണ്ടിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ തന്നെ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ 21 വയസ്സിൻ്റെ ആണ്. ഞാൻ എൻ്റെ 19 വയസ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ഒരു വേറെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആൻഡ് ബൈക്കിന്റെ ഡീലിങ്സ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ ഡീലിങ്സ് ആദ്യം തുടങ്ങി. ആൻഡ് ആ സമയത്ത് ഞാൻ ലിറ്ററലി എൻ്റെ ഗ്രൂപ്പ് കുറെ വലുതെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് ഉദയപൂർ രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തിൻ്റെ ഉള്ള. ആൻഡ് ഇവിടുത്തെ മിക്ക ആൾക്കാരും എന്നെ അറിയും. മിക്ക ആൾക്കാരും എൻ്റെ വയസ്സ് എൻ്റെ കാട്ടിലും വലുത്, എൻ്റെ കാട്ടിലും ചെറുത്, എല്ലാവരും എന്നെ അറിയും. പേഴ്സണലി എൻ്റെ സ്കൂളിൽ മുഴുവനും എന്നെ പേഴ്സണലി നെയിം വെച്ചിട്ട് അറിയും. ആൻഡ് അതിന്റെ കാരണം ഞാൻ ആ ബിസിനസ് തുടങ്ങി. ഞാൻ വിചാരിച്ചു എൻ്റെ ഇത്ര വലിയ സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനെ ഞാൻ വെച്ചിട്ട് എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിൽക്കും, അവൻ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനെ വിൽപ്പിക്കും, അവന്റെ അച്ഛനമ്മയ്ക്കും വേണ്ടി വരും. ആൻഡ് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ പെർ ഡേന്റെ ഉള്ള 5 to 6 and 5 to 8,000 ഞാൻ ഒരു ദിവസം 20,000 വരെ ടാർഗറ്റ് എന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ ഡേ ഞാൻ ഫോൺ വിട്ടിട്ട് മാത്രം. ആൻഡ് ബൈക്ക് വിറ്റ് കഴിഞ്ഞാലോ അതിന്റെ കാട്ടിലും കുറെ കൂടുതൽ കാശ് ഉണ്ടായിരുന്നു. കാറും ബൈക്കും ഫോണും എല്ലാം വിൽപ്പിക്കണ്ടായിരുന്നു. എന്റെ കമ്പനീന്റെ പേരുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് മാൾ. ബിക്കോസ് ഞാൻ നോർത്ത് ഇന്ത്യൻ ആണ്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. അതിന്റെ കാരണം എന്റെ കമ്പനീന്റെ പേരുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് മാൾ. ആൻഡ് ഇത്ര നല്ലതാ ഞാൻ പെർഫോം ചെയ്ത ആ കമ്പനി എനിക്ക് ഇത്ര നല്ല പെർഫോമൻസ് തന്നു. ഞാൻ വിതിൻ 6 months ഉള്ളിൽ ഞാൻ അതിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആൻഡ് പുതിയൊരു സ്റ്റെപ്പും കൂടി എടുത്തു. റിയൽ എസ്റ്റേറ്റ് വരെ ഞാൻ കാലാക്കി. റിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഡീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറക്റ്റ് മൗത്ത് ടു മൗത്ത് ഡീലിംഗ് ചെയ്തിട്ട് ഞാൻ കാശ് ഉണ്ടാക്കിണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഉള്ളിൽ ഞാൻ 5 to 10 lakhs rupees അങ്ങനെയൊക്കെ കുറെ കാശ് ഉണ്ടാക്കിണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്റെ കുറെ വലിയ ഗ്രൂപ്പ് ഉണ്ടാവത്തിന്റെ കാരണം എല്ലാ ആൾക്കാർക്കും ജലസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെക്കനാണ്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ഒരു സർക്കിൾ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നു, ആ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നു, ചായയും വടിയും പെരുപ്പാടിയും എല്ലാതും കഴിക്കുന്നു. ആൻഡ് അതിന്റെ കാരണം എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ നിൽക്കുന്നു. ആൻഡ് വൺ ഡേ ആ എല്ലാ കൂട്ടുകാരും കാശ് ഉണ്ടാക്കണില്ല, ബട്ട് ഞാൻ അവരുടെ അച്ഛന്മാരുടെ കാട്ടിലും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നു. ജസ്റ്റ് തിങ്ക് അ സെക്കൻഡ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട്, നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ കൂടെ നിൽക്കുകയാണ്, ബട്ട് ആഫ്റ്റർ എ 6 months നിങ്ങളുടെ അച്ഛനെ കാട്ടിലും കൂടുതൽ അവൻ കാശ് ഉണ്ടാക്കുന്നു. അവൻ ഡിസൈഡ് ചെയ്യണം എനിക്ക് ITR ഫയൽ ചെയ്യണം, എനിക്ക് ഇനി GST ബില്ലിംഗ് ചെയ്യണം, എനിക്ക് ഫറം തുടങ്ങണം. എല്ലാ സാധനവും തുടങ്ങുമ്പോൾ എന്റെ കൂട്ടുകാരനുണ്ട് എന്റെ കാല് വലിക്കാൻ തുടങ്ങി. യെസ്, എന്റെ കൂട്ടുകാരന്മാരെന്നെ എന്റെ കാല് വലിക്കാൻ തുടങ്ങി. ബിക്കോസ് അവർക്കൊരു ജലസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവരുടെ വീട്ടുകാരുടെ മുമ്പിൽ അവർക്ക് ഫേസ് ചെയ്യാൻ തന്നെ പറ്റില്ല. അവരുടെ വീട്ടുകാർ അവരോട് പറയണം വാട്ട് ദ ഷിറ്റ്, ഈ ചെക്കൻ ഇത്ര വലിയ കാരണമായി, ഈ ചെക്കൻ ഇത്ര വലിയ ആളായി, നീ എന്താടാ ചെയ്യണ? ആൻഡ് അതിന്റെ കാരണം അവർക്ക് കുറെ കൂടുതൽ ഷെയിം ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു എംപയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്താ ചെയ്ത് എന്നെ പിന്നിക്ക് വിളിക്കാൻ തുടങ്ങി, എന്നെ പറ്റിയിട്ട് എല്ലാവരുടെയും വേണ്ടാത്തത് പറയാൻ തുടങ്ങി. ആൻഡ് എന്റെ മീതെ ഒരു കേസ് വരെ ഉണ്ടായിരുന്നു. ആ കേസ് എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ എന്റെ ഡിപ്രഷൻ സഫറിങ് ടൈം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അപ്പോഴാ മനസ്സിലായ ഗ്രൂപ്പ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഗ്രൂപ്പിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട് അതൊരു നമ്പർ മാത്രമാണ്. അടിയും പിടിയും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓ ദാറ്റ്സ് നൈസ്, ബട്ട് വൈ? എന്തുകൊണ്ട് അടിപിടിയും ചെയ്യണം? നിങ്ങളിപ്പോ ഈ വേഡന്റെയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഡെബ്സിയും അവരൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ കുറെ കൂടുതൽ ഡോപ്പാമൈൻ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കണ്ടോ യെസ് അവിടെ ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും, ഇവിടെ ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും, ഇതായി കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാം, അത് ഇത് ചെയ്യാം. ബട്ട് നത്തിങ് ഹാപ്പൻസ്. ലിറ്ററലി നത്തിങ് ഹാപ്പൻസ്. ഒറിജിനൽ കിങ് ലെവൽ ആൾക്കാരുണ്ടാവില്ലേ, അവർ നിങ്ങളുടെ മാതിരി ആൾക്കാരെ മുഖന്നെ വെക്കില്ല, വായ വരെ വെക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറെ വലിയ കവർവത്തിന്റെ പണിയാണ് അടിയും ഇടിയും. ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഞാൻ അതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാണ്, ഒരു സാധനമില്ല. ഒരു പോലീസ് കേസ് നിങ്ങളുടെ മീതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്തേന്റെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശുണ്ടാവും, അതുവരെ കൊടുത്തിട്ട് നിങ്ങളെ ജീവന്റെ പുറത്തേക്ക് ഇറക്കേണ്ടി വരും. ആൻഡ് ഒരു പ്രശ്നം പേര് കേടായി കഴിഞ്ഞാൽ അത് പിന്നെയും ഉണ്ടാക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. സോ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുഴുവനും ഗ്രൂപ്പ് സർക്കിൾ ചെറുതാക്കി. ഇപ്പോൾ എൻ്റെ സർക്കിളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 5 ചെക്കന്മാർ മാത്രമേ ഉള്ളൂ. ആൻഡ് ലിറ്ററലി ആ 5 ചെക്കന്മാരും മോർ ദാൻ ഞങ്ങൾ 5 ചെക്കന്മാർ കൂടി കഴിഞ്ഞാൽ മിനിമം ടു മിനിമം ഞങ്ങൾ 6 to 10 lakh ഫോളോവേഴ്സ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. എല്ലാ ആൾക്കാർക്കും കുറെ വലിയ ആൾക്കാരാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഞാൻ പറയില്ല അതൊന്നും. ഞാൻ പേജസിന്റെയും പേര് പറഞ്ഞു തരുന്നില്ല, ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. ബട്ട് ലിറ്ററലി ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ 1 million ഫോളോവേഴ്സ് ഞങ്ങളുടെ എന്തായാലും കംപ്ലീറ്റ് ആവും.
ഓക്കെ. സോ ആ ഗ്രൂപ്പിന്റെ ഉള്ള ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പളാ മനസ്സിലായ വാട്ട് ഈസ് ദ പവർ ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് എ കമ്മ്യൂണിറ്റി. എന്റെ മുമ്പേ ഉണ്ടായിരുന്ന എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്റെ മുഴുവനും ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ ഡസൻസ് ഓഫ് കുട്ടികളുണ്ടായിരുന്നു എന്റെ കൂടെ. ആൻഡ് അതിന് ഞാൻ ഷിഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് 5 പീപ്പിളിന്റെ ഉള്ളിൽ വന്നപ്പോ എന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറി. ലിറ്ററലി എന്റെ മൈൻഡ് സെറ്റ് വരെ മാറി. മൈൻഡ് സെറ്റ് മാറി എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പിന്നെ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഫൈറ്റ്സോ അടിയും പിടിയോ ഒന്നും എന്റെ മൈൻഡ് സെറ്റിന്റെ ഉള്ളിൽ വന്നിട്ടില്ല. ഞാൻ ലിറ്ററലി എനിക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റുക, അച്ചീവ്മെന്റ്സ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ട് ഞാൻ എല്ലാ ദിവസവും ആലോചിക്കുള്ളൂ. ഞാൻ രാവിലെ എനിക്കും ഐ തിങ്ക് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഈ ഒരു ടാർഗറ്റ് ഉണ്ട്, ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ലിറ്ററലി ഞാൻ ലാസ്റ്റ് 6 മന്തിന്റെ ഉള്ളിൽ എന്റെ എല്ലാ ടാർഗറ്റും ഫുൾഫിൽമെന്റ് ചെയ്തിരിക്കണം. ഞാൻ വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ എന്റെ കൂടെ നടക്കണം. ലിറ്ററലി നിങ്ങൾക്ക് 6 മാസം വരെ ഏതെങ്കിലും ഒരു നല്ല കൂട്ടുകാരുടെ കൂടെ കൺസിസ്റ്റന്റ്ലി കൂടെ നിൽക്കുക. ആൻഡ് ആ കൂട്ടുകാരുടെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ സപ്പോർട്ട്സ് ഒക്കെ ചെയ്യുക. ലിറ്ററലി 6 മന്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. ദാറ്റ്സ് മൈ പ്രോമിസ്. ദാറ്റ് ഈസ് മൈ പ്രോമിസ്. സോ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹൗ ടു അച്ചീവ് എനിത്തിങ് ദാറ്റ് യു വോണ്ട്. നത്തിങ്. ആദ്യം പോവുക, ആ സാധനം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നിങ്ങൾ ആദ്യം തന്നെ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കണം എന്ന് വെച്ചാൽ ആ വണ്ടീന്റെ ഫോട്ടോ നിങ്ങൾക്ക് വാൾപേപ്പറിന്റെ ഉള്ളിൽ ഇടണം. വാൾപേപ്പറിൽ ഇടുക. രാവിലെ എനിക്ക് ഫോൺ നോക്കാം, ഈ വണ്ടി എനിക്ക് മേടിക്കണം. രാത്രി കിടക്കുമ്പോൾ ഫോൺ നോക്കണം, ഈ വണ്ടി എനിക്ക് മേടിക്കണം. നിങ്ങളുടെ യൂട്യൂബ് വാച്ച് ലിസ്റ്റിന്റെ ഉള്ളിൽ ആ വണ്ടീന്റെ വീഡിയോസ് മാത്രമേ വരാൻ പാടുള്ളൂ. ലിറ്ററലി വണ്ടീന്റെ വീഡിയോ. സച്ച് ലൈക്ക് യു ഓൾറെഡി അച്ചീവ് ദാറ്റ് വണ്ടി. നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ആ വണ്ടി ഉണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യണം വണ്ടി ആൻഡ് ബിഹേവ് ലൈക്ക് ദിസ്. ബട്ട് എപ്പോഴും ആ വണ്ടി നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തൂങ്ങിപ്പിടിച്ച് കയറുക, തൂങ്ങിപ്പിടിച്ച് അതിന്റെ ഫീൽ ചെയ്യുക, അതൊന്നും ചെയ്യരുത്. ജസ്റ്റ് വെർച്വലി കൺസ്യൂം ഓൾ തിങ്ക് ആൻഡ് ബിലീവ് യുവർ മൈൻഡ്. ആൻഡ് നിങ്ങളുടെ ഉള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുക. ഈ വണ്ടി എന്റെ വീട്ടിന്റെ താഴെ തന്നെ കിടക്കണ്ട, ഈ വണ്ടി എന്റെ വീട്ടിന്റെ മുമ്പിലാണ് കിടക്കണ്ട, ഈ വണ്ടി എന്റെ അടുത്ത് ഉണ്ട്. വൺ ഡേ, വിതിൻ 1 ഡേ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് വരും. ഈ വണ്ടി എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുവരെ നിങ്ങളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അടുത്ത ദിവസം നോക്ക്, നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും. എനിക്ക് ഈ ഇനിഷ്യേറ്റീവ് വെച്ചിട്ട് ഈ വണ്ടി ഉണ്ടാക്കാൻ പറ്റും, ഈ ഇനിഷ്യേറ്റീവ് വെച്ചിട്ട് ഈ വണ്ടി ഉണ്ടാക്കാൻ പറ്റും, ഈ ഇനിഷ്യേറ്റീവ് വെച്ചിട്ട് ഈ വണ്ടി ഉണ്ടാക്കാൻ പറ്റും. ലിറ്ററലി 1 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആ വണ്ടിയല്ല അതിന്റെ കാട്ടിലും 5 ഇരട്ടി നല്ല വണ്ടി മേടിക്കും. ലിറ്ററലി ഞാൻ പറയണ ഈ സാധനം. ഇനി നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഫെറാറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഫെറാറിന്റെ ഫോട്ടോ ഇട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ആ സാധനം അഡപ്റ്റ് തന്നെ ചെയ്യാൻ തരുന്നില്ല. ദാറ്റ് മീൻസ് യു ആർ ദാറ്റ് മച്ച് ലോ ഗ്രേഡ്. ലിറ്ററലി യു ആർ ദാറ്റ് മച്ച് ലോ ഗ്രേഡ്. നിങ്ങളുടെ ബുദ്ധിന്റെ ഉള്ളിൽ ആ സാധനം അഡപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആ സാധനത്തിന് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഒരു ചെക്കനുണ്ട്, അവൻ രാവിലെ മുതൽ രാത്രി വരെ ചിട്ടാണ്, എൻജോയ് ചെയ്യാണ്. ഒരു ദിവസം അവൻ എണിച്ചിട്ട് പറയാം എനിക്ക് നാളെ ലംബോർഗിനി വേണം, മേടിക്കാൻ പറ്റും. എൻ്റെ ഒരു ചെക്കനുണ്ട്, പാസ്റ്റ് 10 to 15 ഇയർ മുമ്പ് അവൻ കഷ്ടപ്പെട്ടിട്ട് അവന്റെ എംപയർ ക്രിയേറ്റ് ചെയ്യണം. ജോലി ചെയ്യാന്നല്ല പറയണം, അവൻ എംപയർ ക്രിയേറ്റ് ചെയ്യണം. എല്ലാ ദിവസവും അവൻ കുറെ കൂടുതൽ സാധനങ്ങൾ പഠിക്കുന്നു, കുറെ കൂടുതൽ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, കുറെ കൂടുതൽ സാധനങ്ങൾ അച്ചീവ് ചെയ്യുന്നു. ആൻഡ് 6 to 15 ഇയേഴ്സിന്റെ ഉള്ളിൽ അവൻ 100% ആ ലംബോർഗിനി ഫെറാരി മേടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ട്രൂ. സോ ഇനി നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഈ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സാധനം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് അതാണ്. സോ ഫസ്റ്റ്ലി നിങ്ങളുടെ മൈൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആ സാധനം ബിലീവ് ചെയ്യിപ്പിക്കണേ. ആ സാധനം നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഉണ്ട്. ഞാൻ ഐ എം എൻജോയിങ് ദാറ്റ് തിങ് ആൻഡ് ഐ എം ഹാപ്പിലി ഡ്രൈവിംഗ് ദിസ് തിങ് ആൻഡ് ഐ ഹാപ്പിലി അച്ചീവ്ഡ് ദാറ്റ് തിങ്. സോ വൺ ഡേ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അതർവൈസ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു, അടുത്ത വീഡിയോത്തിൽ പൊക്കോളിൻ. കുറെ ആൾക്കാരുണ്ട് എന്റർടൈൻമെന്റ് ആൻഡ് അതൊക്കെ ചെയ്യണു. ആൻഡ് ആവശ്യത്തിന്റെ കാര്യമൊന്നും എനിക്ക് തോന്നില്ല, ആരും പറഞ്ഞു തരില്ല. ആവശ്യത്തിന്റെ കാര്യം പഠിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. വിതിൻ 6 മന്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്ത് തരും. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ.